ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംയുക്ത സഭയുടെ മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവൻ വരെ ഇപ്പോൾ നടക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് നമ്മൾ തലസ്ഥാനത്ത് കാണുന്നത്. അനധികൃതമായ തടങ്കലിൽ വെച്ചതിനെതിരെ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിമിസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള പുരോഹിതന്മാരും സഭാധ്യക്ഷന്മാരും ലത്തീൻ സഭാ വികാരി ജനറൽ ഫാദർ യുജിൻ പെരേരയും ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ റാലിയുടെ മുൻനിരയിൽ നമുക്ക് കാണാം. ടി വി പ്രസാദും റോഷിപാലും ഗോപാൽ ശിലാസനിലും നമ്മോടൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, നമ്മൾ നേരത്തെ പറയുകയായിരുന്നു വലിയൊരു പ്രതിഷേധം എന്നത് ഇത് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന പ്രതിഷേധം കൂടിയാണ്. ഇങ്ങ് തലസ്ഥാനത്താണ് നടക്കുന്നതെങ്കിൽ കൂടിയും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പാർലമെന്റിൽ ഇന്നത് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ വരെ വിരൽ ചൂണ്ടുന്നതാണ് നമ്മൾ കാണുന്നതും. അതുകൊണ്ട് തന്നെ രാജ്യത്താകെയുള്ള ക്രൈസ്തവ സഭകളുടെ ഒരു നിലപാട് കൂടിയാണ് ഈ പ്രതിഷേധ റാലിയിലൂടെ നമ്മൾ കാണുന്നത്. ഉറപ്പായും വിനീത, അതിശക്തമായ പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇന്നത്തെ ഈ മാർച്ച്. അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിശക്തമായ പ്രതിഷേധം വിവിധ സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ്. ലത്തീൻ രൂപതയുടെ വികാരി ജനറൽ യൂജിൻ പെരേര നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായൊരു പ്രതിഷേധം? ഈ പ്രതിഷേധം അന്യായമായ തടങ്കലിനെതിരെയുള്ള പ്രതിഷേധമാണ്. യേശു ഈ ലോകത്ത് പ്രസംഗിച്ചപ്പോൾ അന്യായമായ തടങ്കലുകൾക്കെതിരെ, അന്യായമായി ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത വ്യക്തിയാണ്. വടക്കേ ഇന്ത്യയിൽ നിർധനരായ പാവപ്പെട്ട ആളുകളുടെയൊക്കെ സാമൂഹ്യ പുനരുത്ഥാനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിനിമാരെയും മിഷണറിമാരെയും ഒക്കെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് വളർന്നു വരികയാണ്. ഇത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതരത്വ മൂല്യങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതു ജനങ്ങൾ, നന്മ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വലിയ വികാരത്തോടു കൂടിയാണ് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തലസ്ഥാന നഗരിയിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതൊരു സംഭവം ഉണ്ടായിട്ടും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് രാജ്യമാകെ വ്യാപിക്കും എന്നൊരു തോന്നലുണ്ടോ വിശ്വാസികൾക്കുമുണ്ട്, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും. ഈ നമ്മുടെ ഭരണഘടന വിശ്വസിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതാണ് ഈ രാജ്യത്ത് ഇന്നും ജനാധിപത്യം പുലരുന്നത്. ആ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കൈക്കൊള്ളുന്ന നിലപാടുകൾ വലിയ പ്രതിഷേധത്തിനിടയാക്കും. പക്ഷെ സമീപകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന BJPയും അതുപോലെ സർക്കാരും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ നിലപാട് ആണ് എന്നാണ് പൊതുവിൽ കേരളത്തിൽ സ്വീകരിച്ചൊരു നിലപാട്. ഇതെന്താ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത രീതിയിലേക്ക് ഈ സംവിധാനം മാറുന്നത്? അത് വളരെ പ്രകടമായി വ്യക്തമാണ്. ഈ പറഞ്ഞിരിക്കുന്ന പുറം വാക്കുകളും അകം പ്രവൃത്തികളും ചെയ്തികളുമൊക്കെ തമ്മിൽ വലിയ അന്തരമുണ്ട്. പ്രവൃത്തിയും രണ്ടാവുന്നു. അതെ, അത് തന്നെയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത്തരം ജനങ്ങളോട് അത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം വിനീത, വ്യക്തമാണ് നിലപാട്. അതായത് വാക്കും പ്രവൃത്തിയും BJPയുടേത് രണ്ടാകുന്നു എന്നതാണ്. നേരത്തെ ദീപിക എഴുതിയ മുഖപ്രസംഗം നമ്മൾ കണ്ടതാണ്. യൂജിൻ പെരേര അതേ നിലപാട് ആവർത്തിക്കുന്നു. വിവിധ സഭാ നേതാക്കൾ അതേ നിലപാട് ആവർത്തിക്കുന്നു. രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണം, ആ ആക്രമണത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എങ്കിൽ ഇത് രാജ്യമാകെ വ്യാപിക്കുന്ന നിലത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മാർച്ചിലേക്ക് ഇവർ കടക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടി വരുന്നത്? കാരണങ്ങളൊന്നുമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പ്രതിഷേധിച്ചേ മതിയാവൂ. അതാണ് കാരണം. ആ സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. എന്നിട്ടും മനഃപൂർവ്വം അവരെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അവിടെ പ്രതിഷേധിക്കാതെ മിണ്ടാതിരിക്കാൻ പറ്റില്ല അല്ലേ? പ്രതിഷേധിച്ചേ മതിയാവും. അവരെ അന്യായമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പ്രതിഷേധിച്ചേ മതിയാവും. തീവ്രവാദികളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ. തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുമ്പോഴല്ലേ നന്മ ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സിനെ ഈ ഭരണഘടനയുടെ വിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു പ്രതിഷേധാർഹമാണത്.
സമീപകാലത്ത് BJP നേതൃത്വമാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണ് കേരളത്തിൽ എന്നൊരു നിലപാടാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തോ വിവരക്കേടാണെന്നാ എനിക്ക് പറയാനുള്ളൂ. അവരുടെ ആ ഒരു തെറ്റായ ധാരണ മൂലം ഉണ്ടാവുന്നതായിരിക്കാം മിക്കവാറും. ഇവര് നിരപരാധികളാണെന്ന് അറിഞ്ഞിട്ടും അവരെ വിടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇരിക്കുന്ന കുറ്റങ്ങളോ? അത് ആവശ്യമില്ലാതെ വെറുതെ ചുമത്തിയിരിക്കുന്നതല്ലേ. വാസ്തവത്തിൽ അവർ നിരപരാധി ആണല്ലോ, അത് അവർക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ BJP മന്ത്രിമാർ പോലും ഒന്നും പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണത്? തൃശ്ശൂരിൽ നിന്ന് ക്രൈസ്തവരുടെ വോട്ടോടെ ജയിച്ച നമ്മുടെ പറയാൻ പറ്റുന്ന സുരേഷ് ഗോപി, അതെ അദ്ദേഹം പോലും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. വ്യക്തമാണ് ഇവരുടെ നിലപാട്. അതിശക്തമായി തന്നെ ഇവരത് പറയുന്നുമുണ്ട്. വാക്കും പ്രവൃത്തിയും രണ്ടാകുന്നു BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എന്നതാണ്. ശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ ജനനന്മയ്ക്കായി ജീവിതം മാറ്റിവെച്ച കന്യാസ്ത്രീകൾ അവരെ മനുഷ്യക്കടത്തിന്റെയും മതം മാറ്റലിന്റെയും പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവർക്ക് ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുക, ഗവൺമെന്റ് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. BJP നേതൃത്വം കേരളത്തിൽ എപ്പോഴും പറയുന്നത് ക്രൈസ്തവർ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എന്നാണ്. എങ്ങനെ സംഭവിക്കും? അത് ക്രിസ്ത്യാനികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഇവരെ മോചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ക്രൈസ്തവര് ഓരോ വർഷം കഴിയുന്തോറും അവരുടെ അംഗസംഖ്യയിൽ കുറവായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ജനസേവനം നടത്തുന്ന ഈ സിസ്റ്റർമാരെ അകാരണമായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ പീനൽ കോഡിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കാക്കുന്നത്. BJP നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടിനെതിരെ നിലപാടിന് ഒരു കാര്യമുണ്ട്. മണിപ്പൂരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമല്ലേ? എന്തിനാ പറയുന്നത് കൂടുതല്? തീ എന്നിട്ട് വിറകിനോട് ചോദിക്കുക, എനിക്ക് ഒരു സാഹചര്യം ഒരൊറ്റ പ്രാവശ്യം തരാൻ പറഞ്ഞാൽ അതിന്റെ അവസാനം എന്തായിരിക്കും? അതാ ഇന്ന് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും അന്വേഷിക്കാനില്ല, ആരും മരിക്കുന്നെന്ന് അവിടെ അന്വേഷിക്കുന്നില്ല. ക്രൈസ്തവരെ മറ്റുള്ളവരെ ഈ ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്രൈസ്തവരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായനെ. അവരെ സ്കൂളുകൾ ഉണ്ടാക്കുന്നു. മതപരിവർത്തനം നടത്താനാണെങ്കിൽ ഈ സ്കൂളുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ എത്രയോ ഹിന്ദുക്കളും മറ്റുള്ള സഭയിലുള്ള ആൾക്കാരും വന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോകുമ്പോഴൊന്നും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അവർ ചെയ്യാത്തത് സഹിഷ്ണുതയാണ്. പ്രതിഷേധം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാരിനും BJPക്കെതിരായ പ്രതിഷേധം കൂടിയാണ്. എന്നല്ല, ഈ അറസ്റ്റിന് വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. BJP സർക്കാരാണ് ആണല്ലെങ്കിൽ അവരതിന് ഉത്തരവാദികൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല.